നമസ്കാരം. തുടർച്ചയായ മൂന്നാം തവണയും റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിന്റെ പ്രധാന വായ്പാ നിരക്ക് 50 ബേസിസ് പോയിന്റാണ് കുറച്ചിരിക്കുന്നത്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ നടന്ന ദ്വൈമാസ ധനനയ സമിതി യോഗത്തിലാണ് ഈ തീരുമാനം ഐക്യകണ്ഠമായി എടുത്തത്. ഇതോടെ 6% റിപ്പോ നിരക്ക് 5.5% കുറഞ്ഞു. ഏപ്രിലിൽ 25 ബേസിസ് പോയിന്റ് കുറച്ചതിന് ശേഷം തുടർച്ചയായ മൂന്നാമത്തെ നിരക്കാണിത്. റിപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം വായ്പകൾ എടുത്തവർക്ക് ആശ്വാസമാണ്. നിരക്കുകളിൽ സ്വാഭാവികമായും ബാങ്കുകളും കുറവ് വരുത്തേണ്ടി വരും. ദീർഘകാല വായ്പകൾക്കും പ്രത്യേകിച്ച് വീട് വാങ്ങുന്നവർക്ക് കുറഞ്ഞ EMI പ്രതീക്ഷിക്കുന്ന വായ്പക്കാർക്കും ഇത് ആശ്വാസകരമാണ്. വികസിച്ചുകൊണ്ടിരിക്കുന്ന മാക്രോ എക്കണോമിക് സാമ്പത്തിക സംഭവവികാസങ്ങളുടെയും വരാനിരിക്കുന്ന സാമ്പത്തിക വീക്ഷണത്തിന്റെയും വിശദമായ വിലയിരുത്തലിന് ശേഷം ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി പ്രകാരം MPC 50 ബേസിസ് പോയിന്റ് കുറച്ച് 5.5% തീരുമാനിച്ചു. തൽഫലമായി റിപ്പോ നിരക്ക് അതിന്റെ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് 5.25% ക്രമീകരിക്കും. RBIയുടെ നിലപാട് മാറ്റവും സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു. മുൻകാല അക്കോമഡേറ്റീവ് നിലപാടിൽ നിന്നും നിഷ്പക്ഷതയിലേക്ക് RBI നിലപാട് മാറ്റുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2025 ഫെബ്രുവരി മുതൽ തുടർച്ചയായി പോളിസി റിപ്പോ നിരക്ക് 1000 ബേസിസ് പോയിന്റ് കുറച്ചതിന് ശേഷം നിലവിലെ സാഹചര്യങ്ങളിൽ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിന് ധനനയത്തിന് ഇപ്പോൾ വളരെ പരിമിതമായ ഇടമേ ഉള്ളൂവെന്നാണ് ധനനയ സമിതി വിലയിരുത്തിയത്. അതിനാൽ അക്കോമഡേറ്റീവ് എന്നതിൽ നിന്നും നിഷ്പക്ഷത എന്നതിലേക്ക് നിലപാട് മാറ്റാനും MPC തീരുമാനിച്ചതായി മൽഹോത്ര പറഞ്ഞു. ശരിയായ വളർച്ച, പണപ്പെരുപ്പ് സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനായി ഡേറ്റയും വികസിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് MPC ശ്രദ്ധാപൂർവം വിലയിരുത്തുമെന്നാണ് RBI ഗവർണർ പറഞ്ഞത്. ആഗോള പശ്ചാത്തലം ഇപ്പോഴും ദുർബലമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇന്ത്യ കൂടുതൽ വേഗത്തിൽ വളരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. 5 പ്രധാന മേഖലകളുടെ ശക്തമായ ബാലൻസ് ഷീറ്റുകളിൽ നിന്നാണ് ഇന്ത്യയുടെ ശക്തി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രാദേശിക വിദേശ നിക്ഷേപകർക്ക് വളരെയധികം അവസരങ്ങൾ നൽകുന്നുണ്ട്. ഞങ്ങൾ ഇതിനകം തന്നെ അതിവേഗ നിരക്കിൽ വളരുകയാണ്. വേഗത്തിൽ വളരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് RBI ഗവർണർ ഇന്ന് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.